إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذ نادى ربه نداء خفيا إذ نادى ربه അദ്ദേഹത്തിന്റെ റബ്ബിനെ വിളിച്ച സന്ദർഭം ആരാണ്? അയാൾ സക്കറിയ നബി അലൈഹിസ്സലാം. സക്കറിയ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ റബ്ബിനെ വിളിച്ച സന്ദർഭം നിദാഅന്നൊരു വിളി, ഖഫിയ രഹസ്യമായ വിളി. രഹസ്യമായി അദ്ദേഹത്തിന്റെ റബ്ബിനോട് സംവദിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ശേഷം അല്ലാഹ് പറയുന്നു, നോക്കൂ, ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വസ്തഅല റഅസു ശൈബ. ഖാല റബ്ബി, എന്റെ റബ്ബേ, ഇന്നി വഹനൽ അൽമു, എന്റെ എല്ലുകൾ ദുർബലമായിരിക്കുന്നു, മിന്നി, എന്നിൽ നിന്നും, വസ്തഅല റഅസ്, എന്റെ തല വെട്ടിത്തിളങ്ങാൻ തുടങ്ങി, ശൈബ, നരയാൻ, നരച്ചന്റെ തല വെളുത്തുപോയിരിക്കുന്നു, വെട്ടിത്തിളങ്ങുന്നതായിരിക്കുന്നു. വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ, വലം അകുൻ, ഞാനായിട്ടില്ല, ബിദുആഇക, നിന്നോടുള്ള എന്റെ പ്രാർത്ഥന, നിന്നോടുള്ള എന്റെ പ്രാർത്ഥനയിൽ ഞാനായിട്ടില്ല, റബ്ബി, എന്റെ റബ്ബേ, ശഖിയ, ഒരു ദൗർഭാഗ്യവാനായിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു നിരാശയുമില്ല, നിന്നോട് എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഒരു നിരാശയും എന്നെ ബാധിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. നോക്കൂ നിങ്ങൾ, സക്കറിയ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് രഹസ്യമായി പ്രാർത്ഥിച്ചത് എന്താണ്? എനിക്കൊരുപാട് വയസ്സായി, ഞാൻ വാർദ്ധക്യത്തിലെത്തി, എന്നിട്ടും എനിക്ക് കുട്ടികളില്ല, ഒരു കുട്ടിയെ ചോദിക്കുകയാണ്. ശേഷം വരുന്ന ആയത്തുകൾ ഇതിന്റെ വിശദീകരണം വരുന്നുണ്ട്. അതാണ് വളരെ രഹസ്യമായി അദ്ദേഹത്തിന് ഒരു പിൻഗാമി അനന്തരാവകാശി ഉണ്ടാകാനുള്ള ഒരാഗ്രഹത്തിൽ അദ്ദേഹം രഹസ്യമായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ രണ്ടായത്തിൽ കൂടി വിശദീകരിക്കുന്നത്. ശേഷം ഇത്രയുമാണ് ഈ ആയത്തുമായി നമുക്ക് പറയാനുള്ളത്. സത്യം സത്യമായി മനസ്സിലാക്കി സത്പന്ഥാവിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.